മക്കളെ, ഇന്ന് നമ്മള് ദോ സന്ദരേ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു കഥയാണ് പഠിക്കാൻ പോകുന്നത്. വളരെ മനോഹരമായ ഒരു കഥയാണിത്. മഞ്ജരി ശുക്ലയാണ് ഈ ദോ സന്ദരേ എന്ന കഥ എഴുതിയിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് വായിച്ചിട്ട് പിന്നീട് അതിന്റെ മീനിങ്ങും പറഞ്ഞിട്ട് പോവാട്ടോ. ദോ സന്ദരേ ദേ. സന്ദരേ എന്ന് പറഞ്ഞാല് ഓറഞ്ച്. ദോ സന്ദരേ രണ്ട് ഓറഞ്ച്. ദോ സന്ദരേ ദേ രണ്ട് ഓറഞ്ച് ഉണ്ടായിരുന്നു. ഏക് ദിൻ വേ ഗൂമനെ നികലെ. ഏക് ദിൻ വേ ഗൂമനെ നികലെ. ഒരു ദിവസം അവർ ഗൂമന ഗൂമന കറങ്ങ ചുറ്റിക്കറങ്ങാൻ വേണ്ടി നികലെ ഇറങ്ങി. രണ്ടു പേരും കൂടെ ഒരു ദിവസം കറങ്ങാൻ ഇറങ്ങി. दोनों हंसते लुढ़कते फुदकते चले जा रहे थे. दोनों हंसते लुढ़कते फुदकते ചലേ ജാ രഹേ ദേ. രണ്ടുപേരും ഹസ്ന പറഞ്ഞ ചിരിക്കുക. രണ്ടുപേരും ചിരിച്ചുകൊണ്ട് ലുടക്കത്തെ ലുടക്കന എന്ന് പറഞ്ഞ ഉരുളുക, ചിരിച്ചുകൊണ്ട് ഉരുണ്ടുകൊണ്ട് ഫുദക്കത്തെ ഫുദക്കന പറഞ്ഞ ചാടുക, ഫുദക്കത്തെ ചാടി തുള്ളിച്ചാടി ഉരുണ്ട് ചിരിച്ചോണ്ട് ഉരുണ്ട് അതുപോലെ തന്നെ തുള്ളിച്ചാടിയൊക്കെയാണ് അവര് ചലേ ജാ രഹേ ദേ നടന്നു വരുന്നത്. വളരെ സന്തോഷത്തില് അവര് ചിരിച്ച് കളിച്ച് ഉരുണ്ട് ഒക്കെ അവര് ചാടി കളിച്ചൊക്കെ അങ്ങനെ സന്തോഷത്തിൽ വരികയാണ്. ആര്? ഈ രണ്ട് ഓറഞ്ചുകളും കൂടെ വരികയാണ്. അചാനക് ഏക് ബാലു സാമനെ ആ ഗയ. അചാനക് പെട്ടെന്ന് ഏക് ബാലു ഒരു കരടി സാമനെ ആ ഗയ മുന്നിലേക്ക് വന്നു. സാമനെ മുന്നില് ആഗയ വന്നു. പെട്ടെന്ന് ഒരു കരടി മുന്നിലേക്ക് വന്നു. ഈ നാരങ്ങകളുടെ ഈ ഓറഞ്ചുകളുടെ മുമ്പിലേക്ക് ആര് വന്നു? ബാലു കരടി വന്നു. നമുക്കിതിന്റെ ടോട്ടലായിട്ടൊന്ന് നോക്കാട്ടോ. ദോ സന്ദരേ ദേ ഏക് ദിൻ വേ ഗൂമനെ നികലെ ദോനോ ഹസ്തേ ലുടക്കത്തെ ഫുദക്കത്തെ ചലേ ജാ രഹേ ദേ. അചാനക് ഏക് ബാലു സാമനെ ആ ഗയ. രണ്ട് ഓറഞ്ച് ഉണ്ടായിരുന്നു. ആ രണ്ട് ഓറഞ്ചുകളും കൂടെ ഒരു ദിവസം അങ്ങനെ കറങ്ങാൻ ഇറങ്ങിയതാണ്. രണ്ടുപേരും കൂടെ അങ്ങനെ സന്തോഷത്തിൽ അവരിങ്ങനെ പുറത്തിറങ്ങി നടക്കുകയാണ്. ചിരിച്ച് കളിച്ച് ഉരുണ്ട് ചാടി കളിച്ചൊക്കെ അങ്ങനെ അവർ സന്തോഷത്തിൽ വരികയാണ്. ആ സമയത്ത് പെട്ടെന്ന് അവരുടെ മുമ്പിലേക്ക് ബാലു വന്നു. കരടി അവരുടെ മുമ്പിൽ എത്തുകയാണ്. ഇനി ബാക്കി എന്താന്ന് നമുക്ക് നോക്കാം. ഉണ്ടോ? രണ്ട് ഓറഞ്ചുകൾ കണ്ടില്ലേ? അതിന്റെ ആരാണ് നിൽക്കുന്നത്? ബാലു. ബാക്കി നോക്കാം. സന്ദരോ കോ ദേഖ് ഉസ്കെ മൂഹ് മേ പാനി ആ ഗയ. സന്ദരോം കോ ഈ ഓറഞ്ചുകളെ നാരങ്ങകള് ഈ ഓറഞ്ചുകൾ കണ്ടപ്പോൾ ഉസ്കെ മുഹ്മേം അവന്റെ വായിൽ. ആരുടെ വായില്? ബാലുക്കെ മുഹ്മേലെ ബാലുവിന്റെ വായില് പാനിയാകയ വെള്ളം വന്നു. ഈ ഓറഞ്ചുകളെ കണ്ടപ്പോൾ ബാലുവിന്റെ വായിൽ വെള്ളമൂറി. നല്ല ഓറഞ്ചുകൾ, അതിനെ കഴിക്കാന്ന് കരുതിയിട്ട് കണ്ട ഉടനെ തന്നെ വായില് വെള്ളമൂറി. ഉസ്നെ ഏക് സന്തര ഉടായ. അവൻ ഒരു സന്തര ഒരു ഓറഞ്ച് എടുത്തു. രണ്ട് ഓറഞ്ചുകളും കൂടെ ഉരുണ്ട് മറിഞ്ഞ് ചിരിച്ച് കളിച്ച് വരികയാണ് അല്ലെ. അപ്പൊ ഈ ബാലു എന്ത് ചെയ്തു? ബാലു ഒരു ഓറഞ്ച് എടുത്തു. संतरे को जोर से पकड़कर वह गाने ही वाला था कि संतरे का रस उसकी आंखों में चला गया. संतरे को जोर से पकड़कर ആ ഓറഞ്ചിനെ ശക്തമായിട്ട് പിടിച്ചു, നല്ല മുറുകെ പിടിച്ചു. സോർസെ പറഞ്ഞാൽ ശക്തമായിട്ട് മുറുകെ പിടിക്കുക. പക്കടുക്കർ പറഞ്ഞാൽ പിടിച്ചിട്ട് ശക്തമായിട്ട് പിടിച്ചിട്ട് വഹ് ഗാനേഹി വാലാദ അതിനെ കഴിക്കാൻ പോവുകയായിരുന്നു.
ആ ഓറഞ്ചിനെ ബാലു എടുത്തു. എന്നിട്ട് ബാലു എന്ത് ചെയ്യണം? അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പോവുകയായിരുന്നു. കി എന്നാൽ സന്തരേക്ക രസ് ഉസ്കി ആംഖോ മേ ചലാ ഗയാ. സന്തരേക്ക രസ്, ഓറഞ്ചിന്റെ ആ ഓറഞ്ച് തോടിലുണ്ടാവുന്ന നീരുണ്ടല്ലോ, ഓറഞ്ച് തോടിന്റെ നീര് ഉസ്കി ആങ്കോമേം അവന്റെ കണ്ണുകളിലായി. ഉസ്കി ആങ്കോമേം ചലാഗയ. ഓറഞ്ച് തോടിന്റെ നീര് മുറുകെ പിടിച്ച സമയത്ത് ഓറഞ്ച് തോടിന്റെ നീര് ബാലുവിന്റെ കണ്ണുകളിലായി. ഇതിന് മുഴുവനായിട്ട് മലയാളത്തിൽ പറഞ്ഞതാ. സന്തരോങ്കോ ദേക്കുസ്കെ. അങ്ങനെ ആ നാരങ്ങകള്, ആ ഓറഞ്ചുകൾ ഇങ്ങനെ ഉരുണ്ട് മറിഞ്ഞ് വരുന്നത് കണ്ട് നമ്മുടെ ബാലു അതിന് മുമ്പിൽ എത്തിപ്പെട്ടല്ലോ. ബാലു എന്നിട്ട് അതിലൊരു ഓറഞ്ചിനെ എടുത്തു. ആ ഓറഞ്ച് കണ്ട ഉടനെ തന്നെ ബാലുവിന്റെ വായിൽ വെള്ളം മൂറി. അവൻ അതിലൊരു ഓറഞ്ച് എടുത്തു. ഒരു ഓറഞ്ച് എടുത്തിട്ട് അതിനെ കഴിക്കാൻ വേണ്ടിയിട്ട് അതിനെ മുറുകെ പിടിച്ച് കഴിക്കാൻ പോവുകയായിരുന്നു. മുറുകെ പിടിച്ച് കഴിക്കാൻ പോകുന്ന സമയത്ത് ഓറഞ്ച് തോടിന്റെ നീര് ബാലുവിന്റെ കണ്ണുകളിലായി. ഇനി നോക്കാം. ആങ്കോമേ ജലൻ ഹോനയിലേക്ക്, കണ്ണുകളിൽ നീറ്റലുണ്ടാവാൻ തുടങ്ങി. കണ്ണ് നീറാൻ തുടങ്ങി. കണ്ണിലേക്ക് ആ ഓറഞ്ചിന്റെ നീരായത് കൊണ്ട് തന്നെ കണ്ണുകളിൽ നീറ്റൽ അനുഭവപ്പെട്ടു. ആങ്കോമേ ജലൻ ഹോനയിലേക്ക്. ജലൻ ഹോന പറഞ്ഞാൽ നീറുക, നീറ്റലുണ്ടാവുക. കണ്ണില് എരിവ് പറ്റിയിട്ട് നീറാൻ തുടങ്ങി. ഉസ്നെ ജഡ് സേ സന്തരേക്കോ ഏക് തരഫ് ഫേങ്ക് ദിയ. അവൻ പെട്ടെന്ന് തന്നെ ജഡ്സെ പെട്ടെന്ന് സന്തരേക്കോ ആ ഓറഞ്ചിനെ ഏക് തരഫ് ഒരു ഭാഗത്തേക്ക് ഫേങ്ക് ദിയ എറിഞ്ഞു. അവൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ആ കണ്ണെരിഞ്ഞ ഉടനെ തന്നെ അവൻ പെട്ടെന്ന് തന്നെ ഓറഞ്ച് ഒരു സൈഡിലേക്ക് ഒറ്റ ഏറാണ്ട് കൊടുത്തു. അവർ ആങ്കേയും ബന്ദ് കിയേ വഹിയും ബൈഠ് ഗയ. എന്നിട്ട് കണ്ണുകൾ അടച്ച് അവിടെ തന്നെ ഇരുന്നു. അവന് അവിടുന്ന് ബാലുവിന് അവിടുന്ന് എങ്ങോട്ടും നീങ്ങാൻ പോലും പറ്റുന്നില്ല. കണ്ണില് എരിവായിട്ട് നീറിയിട്ട് അല്ലെ. അപ്പൊ എങ്ങോട്ടും മാറാതെ അവിടെ തന്നെ ഇരുന്നു. ഒന്നുകൂടെ നോക്കാം. ആ സന്തര എടുത്തിട്ട് കഴിക്കാൻ പോകുന്ന സമയത്ത് ബാലുവിന്റെ കണ്ണുകളില് ആ മുറുകെ പിടിച്ചത് കൊണ്ട് തന്നെ ആ സന്തരയുടെ ഓറഞ്ചിന്റെ തൊലിയിലുണ്ടാകുന്ന നീര് കണ്ണുകളിലാവുകയും ആങ്കോമേ ജലൻ ഹോനയിലേക്ക് കണ്ണുകളിൽ നീറ്റൽ അനുഭവപ്പെടാൻ തുടങ്ങുകയും ചെയ്തു. അവൻ പെട്ടെന്ന് തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഓറഞ്ച് ഒരു സൈഡിലേക്ക് ഒറ്റയേറ് കൊടുത്തു. എന്നിട്ട് കണ്ണുകൾ അടച്ച് അവിടെ തന്നെ ഇരുന്നു. दोनों संतरे इस बात पर खूब हंसे. രണ്ട് ഓറഞ്ചും കൂടെ എന്താ ചെയ്തത്? ഈ കാര്യത്തിൽ വളരെയധികം അവര് ചിരിച്ചു. ബാലുവിന് പറ്റിയ അമളി ഓർത്തിട്ട് അവര് ചിരിക്കുകയാണ്. രണ്ടുപേരും ആ കാര്യം ഓർത്തിട്ട് ചിരിക്കാൻ തുടങ്ങി. ഇത്രമാത്രം ചിരിച്ചു. അവരൊരുപാട് ചിരിച്ചു. എത്രമാത്രമാണ് ചിരിച്ചത്? ഇത്തനാസേക്ക് ഇത്രമാത്രം ചിരിച്ചു. എത്രമാത്രം എന്നാൽ ഉസ്കി ആങ്കോം സേ ബി പാനി ആനെ ലഖ. അവരുടെ കണ്ണുകളിൽ നിന്നും വെള്ളം വരാൻ തുടങ്ങി. ചിരിച്ച് അവരുടെ കണ്ണുകളിൽ നിന്നും വെള്ളം ഒഴുകുന്ന അത്രയും അവര് ചിരിക്കാൻ തുടങ്ങും. ഒരുപാട് ചിരിക്കുന്ന സമയത്താണ് നമുക്ക് കണ്ണുകളിൽ നിന്ന് വെള്ളം വരിക അല്ലെ. ഒരുപാട് ചിരിച്ചാല് വളരെയധികം സന്തോഷത്തിൽ നമ്മള് മനസ്സറിഞ്ഞ് കുറേ ചിരിക്കുന്ന സമയത്താണ് നമുക്ക് കണ്ണുകളിൽ നിന്നും വെള്ളം വരിക. അപ്പൊ ഈ രണ്ട് ഓറഞ്ചും കൂടെ ആ കാര്യം ഓർത്ത്, ആ ബാലുവിന് പറ്റിയ കാര്യം ഓർത്തിട്ട് രണ്ടുപേരും കൂടെ ചിരിച്ച് അവരുടെ കണ്ണുകളിൽ നിന്നും വെള്ളം ഒഴുകാൻ തുടങ്ങി. ദോടി ദേർ ബാദ് ബാലു ചുപ്ചാപ് വഹാം സേ ഗിസക് ഗയാ. ദോടി ദേർ ബാദ് കുറച്ച് സമയത്തിന് ശേഷം, അല്പസമയത്തിന് ശേഷം. ദോടി പറഞ്ഞ അല്പം, കുറച്ച്, ദേർ സമയം, ബാദ് ശേഷം, ബാലു കരടി, ചുപ്ചാപ് പറഞ്ഞ മിണ്ടാതെ നിശബ്ദനായിട്ട്, വഹാംസെ അവിടെ നിന്ന്, ഗിസക് ഗയാ സ്ഥലം വിട്ടു. അപ്പൊ എന്താണ്? ദോടി ദേർബാദ് കുറച്ചു സമയത്തിന് ശേഷം, അല്പസമയത്തിന് ശേഷം ബാലു ഒന്നും മിണ്ടാതെ അവിടുന്ന് സ്ഥലം വിട്ടു. മനസ്സിലായോ? വളരെ രസകരമായൊരു കഹാനിയാണ് അല്ലേ? അപ്പൊ അത് ആദ്യം മുതൽ ഒന്നുകൂടെ പറഞ്ഞു തരാം. ദോ സന്തരി എന്ന് പറഞ്ഞാല് രണ്ട് ഓറഞ്ച്. മഞ്ജരി ശുക്ലയാണ് ഈ കഹാനി എഴുതിയത്. രണ്ട്
ഓറഞ്ചുകളുടെ കഥയാണ്. 2 ഓറഞ്ചുകളും കൂടെ ഒരു ദിവസം കറങ്ങാൻ ഇറങ്ങിയതാണ്. അവർ പുറത്തേക്ക് ഇങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വളരെയധികം സന്തോഷത്തിൽ ചിരിച്ച് കളിച്ച് ഉരുണ്ട് മറിഞ്ഞ് ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ബാലു അവരുടെ മുമ്പിൽ എത്തിപ്പെടുകയാണ്. അപ്പൊ ബാലുവിന് ആ ഓറഞ്ച് കണ്ടപ്പോൾ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. ബാലു എന്ത് ചെയ്തു? അതിലൊരു ഓറഞ്ച് എടുത്തു. ഓറഞ്ച് എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അതിനെ മുറുകെ പിടിച്ചു. കഴിക്കാൻ വേണ്ടി മുറുകെ പിടിച്ച സമയത്ത് അതിന്റെ പിന്നെ ആ തൊലിയിലുള്ള നീര് ബാലുവിന്റെ കണ്ണിലാവുകയും ബാലുവിന് കണ്ണിൽ നീറ്റാൻ അനുഭവപ്പെടുകയും ഉടനെ തന്നെ ബാലു എന്ത് ചെയ്തു? ബാലുവിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഓറഞ്ച് ഒരു സൈഡിലേക്ക് അങ്ങോട്ട് ഒറ്റയേറാണ്ട് കൊടുത്തു. എന്നിട്ട് അവിടെ തന്നെ ഇരുന്നു. കണ്ണുകളും അടച്ചിട്ട് അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ ആങ്കയും അത് അവന് കണ്ണുകൾ നീട്ടാൻ തുടങ്ങിയപ്പോൾ അവിടെ നാരങ്ങ ഓറഞ്ച് വലിച്ചെറിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നു. ഈ കാര്യത്തില് 2 ഓറഞ്ചുകളും കൂടിയിട്ട് ആ കാര്യം ഓർത്തിട്ട് ആ കാര്യം പറഞ്ഞ് 2 പേരും കൂടെ വളരെയധികം ചിരിച്ചു. ചിരിച്ച് അവരുടെ കണ്ണുകളിൽ നിന്നും വെള്ളം വരാൻ തുടങ്ങി. കുറച്ച് സമയത്തിന് ശേഷം ബാലു കുറച്ച് സമയം അവിടെ ഇരുന്നു അല്ലേ. എന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം എന്ത് ചെയ്തു? ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് മെല്ലെ സ്ഥലം വിട്ടു. കണ്ടോ? മെല്ലെ പോണ കണ്ടോ ബാലു? ആകെ നാണിച്ചിട്ട് പോവാണ് അവിടെ നിന്നിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കഹാനി. ശരിക്ക് വായിച്ചിട്ട് പഠിക്കുക. ആദ്യം ഒന്ന് നന്നായിട്ട് വായിച്ച് തന്നിട്ടുണ്ട്. അക്ഷരങ്ങൾ തെറ്റിക്കാതെ അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഞങ്ങൾ ഫസ്റ്റ് ടൈമിലെല്ലാം നന്നായിട്ട് വായിച്ച് പഠിക്കണം. വായന വളരെ പ്രധാനമാണ്. വായിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഉയർന്ന ക്ലാസ്സുകളിലേക്കൊക്കെ പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് വരിക. അതുകൊണ്ട് അക്ഷരങ്ങൾ ചിഹ്നങ്ങളൊക്കെ ചേർത്തിട്ട് സ്വയം വായിച്ച് പഠിക്കുക. ആദ്യം വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്കത് വളരെ സിമ്പിളായിട്ട് തന്നെ തോന്നും. ഓക്കെ, അപ്പം ചിഹ്നങ്ങളൊന്നും മാറരുത്. ചിഹ്നങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ, അതായത് ദോ സന്തരെ, ഇത് ദോ എന്നാണ്. ഓ എന്നതിന്റെ ചിഹ്നമാണിത്, ഓ. സ പിന്നെ മുകളിൽ ഡോട്ട്, അത് സം. പിന്നെ ത രേ, രാക്കി മുകളിൽ ഒരു വര മാത്രം. അപ്പൊ രേ, ഏന്റെ ചിഹ്നത്തിന് ഒരു വര മാത്രം ഉണ്ടാവുക. ഓന്റെ ചിഹ്നത്തിനാണ് ഇങ്ങനെ വരുന്നത്, ഒരു 2 വര. കണ്ടോ? താഴെയും മുകളിലും വര വരുന്നത് ഓന്റെ ചിഹ്നമാണ്. ഈന്റെ ചിഹ്നമാണിത്, രീ, ഈ. ഊന്റെ ചിഹ്നമാണിതാ. ഇത്രയും ചിഹ്നങ്ങൾ ഇവിടെ തന്നെ വരുന്നുണ്ട്. ഓന്റെ ചിഹ്നം വരുന്നുണ്ട്, എന്ന് വരുന്നുണ്ട്, എ വരുന്നുണ്ട്, പിന്നെ ഈ വരുന്നുണ്ട്, ഊ വരുന്നുണ്ട്, ആന്നുള്ള വരുന്നുണ്ട്, ആ. ഉണ്ടോ? അത്രയും ചിഹ്നങ്ങൾ ഇവിടെ തന്നെ വരുന്നുണ്ട്. അപ്പൊ ചിഹ്നങ്ങൾ തെറ്റിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക? ശരിക്കും വായിച്ച് പഠിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല കുട്ടികളായിട്ട് തന്നെ വായിച്ച് പഠിക്കുക. എക്സാം ഒക്കെ അടുത്തതാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വായിച്ച് പഠിച്ച് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ക്വസ്റ്റ്യൻ സ്വയം വായിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാവാം. ഓക്കെ.